നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിലേക്ക്. നാളെ 2026 മെയ് മാസം 29-ാം തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിൽ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്ത് വേനൽമഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഇന്നും നാളെയും ശക്തമായ വേനൽമഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. നാളെ രാത്രി 11:30 വരെ ഈ മുന്നറിയിപ്പ് തുടരും. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും കടുത്ത ജാഗ്രത പാലിക്കണം. ബീച്ചുകളിലേക്കുള്ള യാത്രകളും കടലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ധന വിതരണം സുഗമമാക്കാൻ കേന്ദ്ര സർക്കാർ പുതിയ ഗ്യാസ് നിയമം നടപ്പിലാക്കുന്നു. ഒരു വീട്ടിൽ ഒരു ഗ്യാസ് കണക്ഷൻ എന്ന നയത്തിന്റെ ഭാഗമായി ഒരേ വീട്ടിൽ LPG-യും പൈപ്പ് ലൈൻ വഴിയുള്ള PNG കണക്ഷനും ഒരുമിച്ച് അനുവദിക്കില്ല. നിലവിൽ PNG കണക്ഷൻ ഉള്ളവർ 30 ദിവസത്തിനകം LPG സിലിണ്ടർ നിർബന്ധമായും തിരിച്ചു നൽകണം. ഇങ്ങനെയുള്ളവർക്ക് പുതിയ സിലിണ്ടർ നൽകുകയോ റീഫിൽ ചെയ്തു നൽകുകയോ ചെയ്യരുതെന്ന് എണ്ണ കമ്പനികൾക്ക് കർശന നിർദ്ദേശമുണ്ട്. നിയമം ലംഘിച്ചാൽ മുൻകൂട്ടി അറിയിക്കാതെ കണക്ഷൻ റദ്ദാക്കുകയോ പിഴ ഈടാക്കുകയോ ചെയ്യും. എന്നാൽ ഭാവിയിൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടി വരുന്നവർക്ക് കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന ട്രാൻസ്ഫർ വൗച്ചർ വാങ്ങാനുള്ള സൗകര്യവും പുതിയ ഭേദഗതിയിലുണ്ട്. നിലവിൽ 60,000-ഓളം ഉപഭോക്താക്കൾ സിലിണ്ടറുകൾ സറണ്ടർ ചെയ്തു കഴിഞ്ഞു. അതേസമയം ഗാർഹിക പാചകവാതക സിലിണ്ടറുകൾക്ക് ഉടൻ വില കൂടിയേക്കും എന്നാണ് സൂചന. കഴിഞ്ഞ 1-ന് വാണിജ്യ സിലിണ്ടറുകൾക്ക് വില കൂടിയതിനെ തുടർന്ന് സംസ്ഥാനത്തെ ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിച്ചിരുന്നു. ഇതിനിടെ പാചകവാതക വിതരണത്തിൽ ചില ഏജൻസികൾ കൃത്രിമക്ഷാമം സൃഷ്ടിച്ച് വലിയ തട്ടിപ്പ് നടത്തുന്നതായും ആക്ഷേപമുണ്ട്. വീടുകളിൽ നേരിട്ടെത്തിക്കാതെ പൊതുസ്ഥലങ്ങളിൽ വണ്ടി നിർത്തി ഉപഭോക്താക്കളെ ബുദ്ധിമുട്ടിക്കുകയും എന്നാൽ ഡെലിവറി ചാർജ് പൂർണ്ണമായും വാങ്ങുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ട്. ഇത്തരത്തിൽ അനധികൃതമായി ഡെലിവറി ചാർജ് ഈടാക്കുകയോ കരിഞ്ചന്തയിൽ സിലിണ്ടറുകൾ വിൽക്കുകയോ ചെയ്താൽ ഉപഭോക്താക്കൾക്ക് ഔദ്യോഗികമായി പരാതിപ്പെടാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ സ്ത്രീകൾക്കായുള്ള വിവിധ വായ്പാ പദ്ധതികളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ താൽപ്പര്യമുള്ളവർ സമയബന്ധിതമായി അപേക്ഷകൾ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. വ്യക്തിഗത വായ്പകൾ, ഗ്രൂപ്പ് ലോണുകൾ കൂടാതെ വിദ്യാഭ്യാസ വായ്പകൾ ഉൾപ്പെടെയുള്ളവ ഈ പദ്ധതിയിലൂടെ ലഭ്യമാണ്. കേവലം 3% മുതൽ 8% വരെ മാത്രമാണ് ഇതിന്റെ പലിശ നിരക്ക്. ഉദ്യോഗസ്ഥ ജാമ്യമോ വസ്തുജാമ്യമോ ഹാജരാക്കിയാൽ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ ഈ വായ്പകൾ സ്വന്തമാക്കാം. അയൽക്കൂട്ടങ്ങൾക്കായി പ്രത്യേക ഗ്രൂപ്പ് വായ്പകളും ലഭ്യമാണ്. വ്യക്തിഗത വായ്പകൾക്ക് 4% മുതൽ 8% വരെയാണ് പലിശ നിരക്ക് വരുന്നത്. വായ്പയ്ക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ളവർ വനിതാ വികസന കോർപ്പറേഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷാ ഫോമുകൾ ഡൗൺലോഡ് ചെയ്യുക. അല്ലെങ്കിൽ കോർപ്പറേഷന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നടപടിക്രമങ്ങൾ മനസ്സിലാക്കിയ ശേഷം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: EMI കൂടും, സാധാരണക്കാരന്റെ കീശ കീറുമോ? ഇന്ത്യയിലെ കുറഞ്ഞ പലിശ നിരക്കിന്റെ കാലഘട്ടം അവസാനിക്കുകയാണോ? ജൂൺ 3 മുതൽ 5 വരെ RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗം ചേരുകയാണ്. പലിശ നിരക്കിൽ മാറ്റമുണ്ടാകില്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തലെങ്കിലും വിപണിയിൽ ആശങ്ക ശക്തമാണ്. രാജ്യം പ്രതീക്ഷിച്ചതിലും വളരെ നേരത്തെ പലിശ നിരക്ക് ഉയർത്താൻ RBI നിർബന്ധിതരായേക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കാര്യങ്ങൾ എത്ര വേഗത്തിലാണ് മാറിയതെന്ന് മനസ്സിലാക്കാൻ ഈ കണക്കുകൾ നോക്കുക. 2025 ഫെബ്രുവരി മുതൽ RBI പലിശ നിരക്കുകൾ ആകെ 125 ബേസിസ് പോയിന്റ് കുറച്ചിരുന്നു. ഒടുവിൽ 2025 ഡിസംബറിലെ നിരക്ക് കുറയ്ക്കലിന് ശേഷം പലിശ നിരക്കുകൾ ദീർഘകാലത്തേക്ക് മാറ്റമില്ലാതെ തുടരുമെന്നാണ് വിപണി കരുതിയത്. എന്നാൽ ആ പ്രതീക്ഷകൾ ഇപ്പോൾ തകിടം മറിഞ്ഞിരിക്കുന്നു. ഈ ജൂണിൽ നിരക്കുകളിൽ മാറ്റമുണ്ടാകില്ലെന്ന് കരുതുമ്പോഴും ഈ ആഴ്ച തന്നെ നിരക്ക് വർധനവ് ഉണ്ടായേക്കുമെന്ന് ചിലർ പ്രവചിക്കുന്നു. അതിലുപരി കനത്ത പണപ്പെരുപ്പം കാരണം അടുത്ത സാമ്പത്തിക വർഷത്തിൽ കുറഞ്ഞത് 50 ബേസിസ് പോയിന്റെങ്കിലും നിരക്ക് വർധനവ് ഉണ്ടായേക്കുമെന്ന കാര്യത്തിൽ വിപണിക്ക് ഇപ്പോൾ ഒരേ സ്വരമാണ്.
അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സ്ത്രീ സുരക്ഷ വീട്ടമ്മ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഏകദേശം 16,40,000 വരുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്ന ധനസഹായ വിതരണം അല്പം കൂടി താമസിക്കും. പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ എത്തിയതിനു ശേഷമുള്ള ആദ്യ സംസ്ഥാന ബഡ്ജറ്റ് ജൂൺ മാസം 19 അവതരിപ്പിക്കുന്നത്. ഇതിനുശേഷമേ ഇനി ഫണ്ട് വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ. മുൻ സർക്കാർ വിതരണത്തിനായി നീക്കിവെച്ചിരുന്ന ഫണ്ട് ഉപയോഗിച്ച് ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെ ധനസഹായ വിതരണം ചെയ്തിരുന്നു. എന്നാൽ ഏപ്രിൽ മാസത്തേക്കുള്ള ഫണ്ട് നീക്കിവെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തുടർന്നങ്ങോട്ട് ആനുകൂല്യം ലഭിക്കണമെങ്കിൽ പുതിയ ഗവൺമെന്റിന്റെ ധനവകുപ്പിൽ നിന്നും തുക അനുവദിക്കേണ്ടതുണ്ട്. ഇതിനാണ് ഇപ്പോൾ ചെറിയൊരു കാലതാമസം നേരിടുന്നത്. ഇതുകൂടാതെ APL റേഷൻ കാർഡ് ഉള്ളവരെ കൂടി ഈ പദ്ധതിയിൽ പരിഗണിക്കണമെന്ന ഒരു ആവശ്യം ഉയരുന്നുണ്ട്. അതോടൊപ്പം നിലവിലുള്ള പെൻഷൻ നിരക്കിൽ മാറ്റം വരുത്തുമോ എന്നതുൾപ്പെടെയുള്ള നിർണായക പ്രഖ്യാപനങ്ങളും വരാനിരിക്കുന്ന സംസ്ഥാന ബഡ്ജറ്റിൽ ഉണ്ടായേക്കും. അതുകൊണ്ട് ഗുണഭോക്താക്കൾ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പദ്ധതി നിർത്തലാക്കുന്നു എന്ന രീതിയിലുള്ള അറിയിപ്പുകൾ ഒന്നും തന്നെ വന്നിട്ടില്ല. കൂടുതൽ ഊർജ്ജസ്വലമായി തന്നെ ഇത്തരം പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സാധ്യത. ഒരുപാട് ആളുകൾ സ്ത്രീ സുരക്ഷാ പെൻഷന്റെ അപ്ഡേറ്റുകൾ ചോദിച്ച് മെസ്സേജ് അയക്കാറുള്ളതുകൊണ്ടാണ് ഈ വിവരങ്ങൾ ഇപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. സാധാരണയായി 25 മറ്റു പെൻഷനുകൾക്കൊപ്പം ലഭിക്കേണ്ട ആനുകൂല്യമാണിത്. എന്നാൽ സർക്കാർ ഈ സമയത്ത് ഇത് പരിഗണിച്ചിട്ടില്ലാത്തതിനാൽ ജൂൺ മാസം മുതലായിരിക്കും ഈ പദ്ധതി പ്രകാരം തുക ലഭിച്ചു തുടങ്ങുക. നമുക്ക് കുടിശ്ശികയുള്ള ആനുകൂല്യങ്ങൾ കൂടി ഒരുപക്ഷെ ആ സമയത്ത് ഒരുമിച്ച് ലഭിച്ചേക്കാം. ഏറ്റവും അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ തുടർച്ചയായി 3-ാം ദിവസവും ആശ്വാസ ഇടിവ്. ഇന്ന് വ്യാഴാഴ്ച മെയ് 28 22 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 70 രൂപ കുറഞ്ഞ് 14,305 രൂപയും പവന് 560 രൂപ കുറഞ്ഞ് 1,14,440 രൂപയുമാണ്. ഡെയിലി ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. Please subscribe our channel.